എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നോർത്തേൺ അയർലൻഡിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നത്? നമ്മൾ ലണ്ടൻ ഡെറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴത്തേന് എത്തി. എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇവിടെ പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. ഞങ്ങൾ അവിടെ സെറ്റിയൊക്കെ ഇട്ട് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു അല്ലേ. പിള്ളേർ കുറേ നേരം ഫുട്ബോൾ കളിച്ചു. ഭയങ്കര നൈസായിരുന്നു. ഇപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നിഷ, റബിൻ, സുജിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അമ്മയിലെ ആഞ്ചലയുടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം ഇനിയും പാക്കിങ്ങും ലോഡിങ്ങും ആയിട്ട് പോവാണ്. അതെ, അച്ഛനാണെങ്കിൽ എല്ലാം ഇറക്കി വെക്കുവാണ്. നമ്മുടെ ഈ 3-4 ദിവസത്തെ സാധനങ്ങളെല്ലാം അല്ല, ഞങ്ങൾ ഇവിടെയാണ് ചില്ലടിച്ചത് ഗായ്സ്. ഇവിടെ കുറേ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, ടേബിളും സാധനങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ കുറേ നേരം, ഒരു 12:30 വരെയൊക്കെ ഇവിടെ ഇരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ വേണമെങ്കിലും ഇരിക്കാം. അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. മേലെ അതെ ഇറങ്ങി വരുന്നുണ്ട്. എവിടെ പോവാം മുത്തേ? ഇന്നലെ എന്നായിരുന്നു നമ്മൾ ഔട്ട് സൈഡിൽ ബാർബിക്യൂ ഒന്നും ചെയ്തില്ല. ആ ശരി, അമേലിയായും ആഞ്ചലായും ബാർബിക്യൂ ചെയ്തായിരുന്നു. അമേലിയ ആഞ്ചല ഒരു സാധനം കാണാമെന്നാണ്. ഇതിന് പേടിയില്ലേ? ഞാൻ വേറെന്തൊക്കെയാ പ്രതീക്ഷിച്ചു. പേടിയില്ലേ നിങ്ങൾക്ക്? അയ്യോ, അല്ല പേടിയില്ല, സീരിയസ്ലി. ഞാൻ വിചാരിച്ചു പേടിക്കുമായിരിക്കുമെന്ന്. ഇവിടെ എല്ലാവരും പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പുറകിൽ ഇറങ്ങി പിള്ളേരും മമ്മിയും കൂടെ ഇവിടെ കളിയാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ലാസ്റ്റ് ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ കുറേ നൈസ് ഫോട്ടോസൊക്കെ എടുത്തു പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി. നിഷയൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്, ഗേൾസ് ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ഹോളിഡേ ഹോമിൽ നിന്ന് പോവാ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലേസിൽ പോവാണ്, ലണ്ടൻ ഡെറി അല്ലേ? ഞങ്ങൾ അങ്ങനെ ലണ്ടൻ ഡെറി എത്തി. വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പതുക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ മെയിൻ സിറ്റിയിലല്ല പാർക്ക് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഇച്ചിരി മാറിയായിട്ടാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പീസ് ബ്രിഡ്ജിൻ്റെ മുന്നിലാണ് ലണ്ടൻ ഡെറിയിൽ. ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി ചരിത്രവും കഥകളും ഒക്കെ ഉണ്ട്. നമ്മൾ പീസ് ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ടതേ വലിയൊരു വാൾ പെയിൻറ്റിങ്. പിള്ളേർ ഉറക്കമായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയപ്പം. അവർ രണ്ടുപേരും ബുഗിയിൽ കിടക്കുവാണ്. നമ്മളങ്ങനെ പീസ് ബ്രിഡ്ജിൽ വന്നു. നേരത്തെ ഒരു ട്രെയിനൊക്കെ ഇതിലൂടെ പോയി. 2011 ജൂൺ 25 ഈ പീസ് ബ്രിഡ്ജ് ഇവർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പീസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ ആരംഭിച്ചു. ചുറ്റും നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല ബിൽഡിങ്ങുകളും അതുപോലെ ഒരു കത്തീഡ്രലാണോ എന്ന് അറിയത്തില്ല. നല്ലൊരു ചർച്ച് കാണുന്നുണ്ട് മുന്നിൽ. പിന്നെ ഇതിൻ്റെ താഴെ വലിയ പുഴയും ഒരു റെയിൽവേ ട്രാക്കും ഒക്കെയാണ്. നമ്മളിപ്പോൾ ബ്രിഡ്ജിൻ്റെ ഏകദേശം നടുക്കെത്തിയിരിക്കുവാണ്. താഴെ വലിയൊരു പുഴയാണ്. പിന്നെ ഇത് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു കുലുക്കമുണ്ട്. അതെ അതെ, ഞാൻ അവിടെ ഫോട്ടോ എടുക്കുന്നപ്പോൾ ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. പേടിയുണ്ടോ കൊച്ചു? അല്ല, എനിക്കല്ലല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ പേടിയുണ്ട്. എനിക്കിങ്ങനെ താഴ്ഭാഗം കാണുമ്പോളേ, ഇന്നലെ ഞാൻ എങ്ങനെ അതിൽ പോയി എനിക്കറിയത്തില്ല. സീരിയസ്ലി കാശ് കൊടുത്തോണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലണ്ടനിലുള്ള ബിഗ് ബെന്നിന്റെ മാതൃകയിൽ ഓർമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാറൊക്കെ നടന്ന സമയത്ത് ഒരു കരയിൽ പ്രൊട്ടസ്റ്റൻസും ഒരു കരയിൽ കാത്തലിക്സും ആയിരുന്നു. നമ്മളങ്ങനെ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തത് ഗിൽഡ് ഹാളിൻ്റെ മുന്നിൽ വന്നു. ഇവിടെയാണ് ആ ബിഗ് ബെന്നിൻ്റെ പോലത്തെ ഒരു ക്ലോക്കൊക്കെ ഇരുന്നത്. ഗിൽഡ് ഹാളിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അതിന് മുന്നിലായിട്ടൊരു ഗ്രൗണ്ടുണ്ട്. ഇവിടെ ഈവനിങ് ടൈമിൽ വാട്ടർ ഡാൻസ് ഉണ്ട്. ഈ വാളിന് പിന്നിൽ നിന്നാണ് പണ്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പീരങ്കിയൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഈ മതിലിന് പല എൻട്രൻസ് ഉണ്ട് ഉള്ളിലേക്ക് കയറാനായിട്ട്. നമ്മൾ മാഗസീൻ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് പോകാൻ പോവാണ്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇവിടെ ടവർ മ്യൂസിയം ഉണ്ട്. ഈ ടവർ മ്യൂസിയത്തിൽ ഡെറി ഗേൾസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്ററും കൂടെയാണിത്. എൻ്റെ കൊച്ചു ഇവിടെ ഒരു വിഗ്ലി സ്റ്റോൺ കണ്ടുപിടിച്ചു. വായോ, അതിൻ്റെ മുകളിൽ ഇത് ഡാൻസ് ചെയ്യുവാണോ? എൻ്റെ കൊച്ചെന്നെ ബുഗി പുഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. കാസൽ ഗേറ്റ് എന്ന് പറയുന്ന എൻട്രൻസിൻ്റെ മുകളിൽ കൂടെ, ആ വാളിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഇവർ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ ബിൽഡിങ്ങും അതുപോലെ പെയിൻറ്റിങ്ങും ഒക്കെ കാണാനായിട്ട്. അപ്പം ദി ബുച്ചർ ഗേറ്റിലാണ് നിൽക്കുന്നത്. എൻ്റെ പിള്ളേരല്ലാതെ ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കി പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഗേറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് എസ്റ്റേറ്റ്, ബിൽഡിങ്സ്, കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ മറുവശത്ത് ഇവിടുത്തെ സിറ്റി സെൻറ്ററിൻ്റെയും അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടലുകൾ അങ്ങനെയൊക്കെയാണ്.
ഫസ്റ്റ് ഡെറി പ്രസ്ബിറ്റേറിയൻ ചർച്ചും അതിൻ്റെ പുറകിലായിട്ടൊരു ഹെറിറ്റേജ് സെൻറ്ററും കൂടെയാണ്. അതിനോട് ചേർന്ന് തന്നെ ബ്ലൂ കോട്ട് സ്കൂളുമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതും പണ്ടൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്ര ചരിത്ര പ്രാധാന്യമുള്ളത്. നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വാളിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ആർ നൗ എൻട്രിങ് ഫ്രീ ഡെറി. ഇവിടുത്തെ യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് അവരുണ്ടാക്കിയതാണിത്. നല്ല രസമാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട്. പല പെയിൻറ്റിങ്സും അതുപോലെ ബിൽഡിങ്സും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഏതാണ്ട് ഈ ഡിസ്നി മൂവിയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു പ്രതീതിയാണ്. നമ്മുടെ ഇന്ത്യയിൽ നടന്ന പോലെ തന്നെ ഇവിടെയും നിരാഹാര സത്യാഗ്രഹമൊക്കെ നടന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇതേ ബുഗിയിൽ കയറി ഇത് ഡബിൾസ് ഒക്കെ അടിച്ച് പോവാണോ? അങ്ങനെ നീണ്ട ഒരു നടപ്പിന് ശേഷം ഞങ്ങൾ നടന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം കണ്ടു. ഡെറി ഗേൾസിന്റെ വലിയൊരു പെയിന്റിങ്ങിന് മുന്നിൽ വന്ന് നിൽക്കുവാണ്. കുറേ നടന്നു, കുറേ കാര്യങ്ങൾ പഠിച്ചു. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. നടന്ന് ക്ഷീണിച്ച് ചിക്കൻ പ്ലാസയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ എൻ്റെ പിള്ളേർ കഴിക്കുന്നത്? നാത്തി എൻ്റെ പിള്ളേർ ചിക്കൻ പോപ്കോൺ കഴിക്കാൻ പോവാണ്. കൊച്ചു പെറി പെറി ചിക്കൻ. മടുത്തോ? ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. വേണ്ട ഐസ്ക്രീം കഴിച്ചോണ്ട് വരുന്നുണ്ടോ? രണ്ടുപേരും ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നതാണ്. ഇപ്പം എല്ലാം ഷോർട്സിലായി. ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും ഗോൾവേക്ക് പോവാണ്. അച്ഛൻ ദേ എല്ലാം എടുത്ത് വെക്കുന്നു. ഗേൾസ് കമോൺ. നമ്മൾ ഡാഡ അടുത്തും അതോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. സേഫ്റ്റി ഫസ്റ്റ്. ഞങ്ങളുടെ ബെൽഫാസ്റ്റ് ട്രിപ്പ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഗ്രേറ്റ് ഫണ്ണായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തല്ലേ? ഞാൻ എൻജോയ് ചെയ്തു. സീരിയസ്ലി കുറേ നടന്നു. പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.